കണ്ണൻകുട്ടിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് മടി തോന്നുമ്പോഴേ ഞാൻ വാങ്ങി കൊടുക്കുന്ന 2 സാധനങ്ങളാണ് പീഡിയാഷൂറും അതുപോലെ തന്നെ നെസ്റ്റോം. ഇതെൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. സെർലാക്കൊന്നും കടന്ന് ഞാൻ തീരെ കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. കുഞ്ഞിൽ വയ്യാണ്ടായിരുന്ന സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് ഒന്നും പറ്റാതിരുന്ന സമയത്ത് ലാക്ടോജനൊക്കെ കലക്കി കൊടുക്കാറുണ്ട്. അത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാറുള്ളത്. പിന്നെ അങ്ങനെ പാക്കറ്റിലുള്ള പൊടികൾ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയങ്ങൾ വരും, ചില വയ്യായകളൊക്കെ വരുമ്പോൾ. അങ്ങനെ കണ്ണൻ്റെ പീഡിയാട്രിഷ്യൻ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അവന് പീഡിയാഷ്യൂർ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും ഒന്നും കൊടുക്കാറില്ല, റെഗുലറായിട്ടൊന്നും കൊടുക്കാറില്ല. അവൻ വേറെ ഭക്ഷണങ്ങൾ, ചോറും എന്തെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കിതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും അത്ര നല്ലതായിരിക്കില്ല. എത്രയൊക്കെ ഡോക്ടേഴ്സ് കൊടുത്തോ എന്ന് പറഞ്ഞാലും അത്ര നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നോർമലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന സമയത്തൊന്നും ഞാൻ കൊടുക്കില്ല. പക്ഷേ എന്തെങ്കിലും വാശി കാണിച്ച് കഴിക്കാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ പീഡിയാഷ്യൂർ അതുപോലെ നെസ്റ്റം ഞാൻ കൊടുക്കാറുണ്ട്. സെർലാക്ക് ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്നത് സെർലാക്കിൽ കഫക്കെട്ടിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് കൊടുക്കേണ്ട. അത്രയും ഒട്ടും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിശപ്പ് മാറാനുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ഫുഡാണ്, ബേബി ഫുഡാണ് നെസ്റ്റം വലിയ കുഴപ്പമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഞാൻ അതും മേടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കണ്ണൻകുട്ടിക്ക് പുതിയ പീഡിയാഷ്യൂർ വാങ്ങിയിട്ട് അത് പൊട്ടിച്ച് അവന് കൊടുക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലേവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വാനില അല്ലെങ്കിൽ ചോക്ലേറ്റാണ് ഞാൻ വാങ്ങാറുള്ളത്. ഞാൻ ആ വെള്ളത്തിലേക്ക് ഇത് പൊടിയിട്ട വശമുണ്ട് മഞ്ഞ കളർ. അയ്യോ എന്താണ് അവർ എക്സ്പയറിയും കഴിഞ്ഞാവോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടി ഡേറ്റൊക്കെ നോക്കി. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ബദാമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഒരു മഞ്ഞ കളർ കണ്ടത്. പക്ഷേ കണ്ണൻ്റെ ഫ്ലേവർ പുതിയതായപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ആൾ അത്യാവശ്യം നല്ലോണം തന്നെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം.